السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الحدي حدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തി ജീവിക്കണേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ സമയം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള ആ മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കാലങ്ങളായി പുതുതായി കൊണ്ടുവന്ന ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിട്ടാണ് നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളും അതിനെ ആഘോഷമാക്കി തീർത്തത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പുറപ്പെട്ട് ആ മദീനയുടെ അതിർത്തിയിൽ റസൂലുള്ളയെ കണ്ട ദിവസങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് മദീനയിലുള്ള ആളുകൾ, വിശ്വാസികളും അല്ലാത്തവരും. അവിടുത്തെ ജൂതന്മാരടക്കം മുഹമ്മദുർ റസൂലുള്ള എത്താനായിട്ടുണ്ട് എന്ന് കേട്ടപ്പോ വിശ്വാസികളായ ആളുകളോടൊപ്പം കാത്തിരുന്നു കാണാൻ. മരങ്ങളുടെ മുകളിൽ കയറിയിരുന്നു ആദ്യം റസൂലിനെ കാണാൻ എന്നൊക്കെ റസൂലുള്ളയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ കിതാബുകളിൽ കാണാം. അവരുടെ ആ ഒരു ആവേശം റസൂലുള്ളയെ കാണാനുള്ള. അവര് പാട്ടുപാടിയിട്ടാണ് റസൂലുള്ളാനെ സ്വീകരിച്ചത്. അതൊക്കെ ശരിയാണ്. ആ ഒരു ദിവസത്തെക്കുറിച്ച് അൻസാരികളായ ആളുകൾ, മദീനക്കാരായ ആളുകൾ, അവര് പിന്നീട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം ശരീരത്തിന് അനുഭവപ്പെട്ടൊരു ദിവസം ഞങ്ങൾക്ക് വേറെ ഉണ്ടായിട്ടില്ല. ആ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷം തികട്ടി വരുന്ന വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു റസൂലുള്ളയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഞങ്ങളുടെ മദീനയുടെ അതിർത്തിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന ആ ഒരു ദിവസമെന്ന്. അതേ അൻസാരികൾ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശരീരത്തിന് ദുഃഖം അനുഭവപ്പെട്ട ദിവസം റസൂലുള്ളയുടെ വഫാത്തിന്റെ റബീഉൽ അവ്വൽ മാസം 12-ാമത്തെ തീയതിയിലാണ്. റബീഉൽ അവ്വൽ മാസം 11-ന് റസൂലുള്ളാഹിക്കൊരൽപ്പം ശാരീരികമായിട്ടുള്ള പ്രയാസം കൂടി, പനി വന്നു. പനി കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാന്റെ ബോധം മറഞ്ഞു പോകുന്നുണ്ട്, പനി വന്നിട്ട് ശരീരത്തെ പ്രയാസപ്പെടുത്തിയിട്ട്. അപ്പോഴൊക്കെയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വെള്ളം നനച്ച് തുടക്കുന്നുണ്ട് റസൂലുള്ളയെ. റസൂലുള്ളാക്ക് ഓർമ്മ വരുമ്പോഴൊക്കെയും റസൂലുള്ള പറയും, അസ്വലാ, നിസ്കാരത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അസ്വലാ, നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ റസൂലുള്ളയുടെ വളരെ ശാരീരികമായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുള്ള അവസ്ഥയെ വളരെ കൃത്യമായി കൊണ്ട് അതേപോലെ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്കൊക്കെയും മനസ്സിലാക്കാൻ. ആ 11 റബീഉൽ അവ്വൽ 11 രാത്രി റസൂലുള്ളയുടെ വീട്ടിലെ വിളക്ക് കത്തുന്നില്ല. അപ്പൊ നമ്മുടെ ഉമ്മ നോക്കുമ്പോ അതിൽ കത്താൻ ഉപയോഗിക്കുന്ന ഇന്ധനം തീർന്നിട്ടുണ്ട്. അടുത്ത വീട്ടിൽ പോയിട്ട് പറയാണ്, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ തരണം. റസൂലുള്ളാന്റെ ആ ദിവസത്തെ വീട്ടിലെ ഏകദേശ സാഹചര്യങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് എണ്ണ തരണം എന്ന് പറയാം. ആ എണ്ണ നിറച്ച് വിളക്ക് കത്തിച്ച് വീട്ടിൽ വെക്കുകയാണ്. റസൂലുള്ള ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പല്ലൊന്ന് മിസ്വാക്ക് ചെയ്തു തരാൻ റസൂലുള്ള പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അത് ചെയ്തു കൊടുത്തു. മിസ്വാക്ക് ചെയ്യുന്ന കൊള്ളി ആയിഷ റളിയല്ലാഹു അൻഹ നന്നായിട്ടൊന്ന് കടിച്ച് പരുവം വരുത്തിയിട്ടാണ് റസൂലുള്ളയുടെ വായിലേക്ക് ആ പല്ല് വരുതി കൊടുക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, റസൂലുള്ളാന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ ഞാൻ കടിച്ച് പരുവപ്പെടുത്തിയ ആ കൊള്ളി കൊണ്ടാണ് റസൂലുള്ളയുടെ പല്ല് വരുതി കൊടുത്തത്. റസൂലുള്ളാന്റെ കയ്യിലുള്ള ദിനാറുകൾ റസൂലുള്ള സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ധാരാളമൊന്നും ഉണ്ടായിട്ടില്ല. രേഖയിൽ കാണുന്നത് 7 ദിനാറ് എന്നാണ്. അതൊക്കെ കൊടുത്തു. ഫജ്റിന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി പള്ളിയിലേക്ക് വരണം. റബീഉൽ അവ്വൽ 12 ഫജ്ർ നമസ്കാരത്തിന് റസൂലുള്ളാഹിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. റസൂലുള്ള 2 സഹാബിമാരെ കൂട്ടിന് വിളിച്ചു. അവരുടെ 2 പേരുടെയും തോളിൽ കൈവച്ച് അവരുടെ സഹായത്തിൽ അങ്ങനെ പോകുമ്പോ റസൂലുള്ളയുടെ കാലിന്റെ പെരുവിരൽ ആ മണലിലൂടെ തട്ടിയിട്ടൊരു വര ഇങ്ങനെ ഉണ്ടായിരുന്നു. നോക്കി നിങ്ങൾ, എത്രയാണ് അവർ റസൂലുള്ളാനെ ഫോളോ ചെയ്തത്. റസൂലുള്ള പള്ളിയിലേക്ക് വരുമ്പോ റസൂലുള്ളാന്റെ കാലിന്റെ പെരുവിരൽ ആ മണലിൽ തട്ടിയിട്ട് ആ തട്ടിയ ഭാഗത്ത് ഇങ്ങനെ ഒരു വര വീണിരുന്നു. നടന്ന് കാലുകൊണ്ട് ചവിട്ടിയിട്ടല്ല റസൂലുള്ള പള്ളിയിലേക്ക് വന്നത് എന്ന്.
റസൂലുള്ളാഹിക്ക് വയ്യ എന്ന് കേട്ടപ്പോൾ ധാരാളം സ്വഹാബിമാർ വന്നിട്ട് മദീന പള്ളിയുടെ പരിസരങ്ങളിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ള വീട്ടിൽ പോയി. സ്വഹാബികളാരും പള്ളിയിൽ നിന്ന് പോയിട്ടില്ല. റസൂലുള്ള തന്റെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ആ വിരിയൊന്നിങ്ങനെ മാറ്റി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ സ്വഹാബിമാരങ്ങനെ ഇരിക്കുകയാണ്. അവരെ കണ്ടപ്പോ റസൂലുള്ള ഒന്ന് ചിരിച്ചു. അവരുടെ ഇരുത്തം കണ്ടപ്പോ ഒന്ന് ചിരിച്ചു. നല്ല ഒരു ചിറി ചിരിച്ചു എന്നാ പറയണത്. ആ ചെറിയെ പറ്റിയൊക്കെ സ്വഹാബിമാര് പറയുന്നുണ്ട് കേട്ടോ, വല്ലാത്ത പറച്ചിൽ പറയുന്നുണ്ട്. അത് കണ്ടപ്പോ അതുവരെ ഇരുന്നിരുന്ന സ്വഹാബിമാർ പരസ്പരം പറഞ്ഞു, അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിക്ക് നല്ല സുഖയിക്കണം. അപ്പൊ അത്രയും നേരം കാത്തിരുന്ന ഒരുപാട് ആളുകൾ അവിടുന്ന് പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ പോയി അവിടുന്ന്. ളുഹറിന് മുമ്പ് ഒരു 11 മണിയോടെ ഇന്ന് നമ്മുടെ റോഡുകളിൽ പായസം വിതരണം ചെയ്യുന്ന ആ സമയമായപ്പോ റസൂലുള്ളാഹ് വഫാത്തിലേക്ക് അടുത്ത് നീങ്ങി. ഇത്ര കൃത്യമായ ഒരു ദിവസം, ഇത്ര കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ദിവസം അന്ന് ആഹ്ലാദിക്കുവാനും അന്ന് ഈ തരത്തിലുള്ള മധുരപലഹാരങ്ങൾ കൊണ്ട് വിതരണം ചെയ്ത് ആഘോഷിക്കുവാനും ഒരു ഖൗമിന് സാധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രത്തോളമാണ് റസൂലുള്ളയോടുള്ള ബന്ധമെന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നും വേണ്ട. അവിടുത്തെ സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബിഉകൾക്കോ തബഉ താബിഈങ്ങൾക്കോ പരിചയമില്ലാത്ത ഈ ഒരു കാര്യത്തിന് ഇനിമേൽ ഒരു തെളിവും ലഭിക്കുകയില്ല എന്ന് കണ്ടപ്പോ ഒരു വലിയ തെളിവുമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ അവതാരത്തെ മുസ്ലിയാക്കന്മാർ കൊടുന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, നമുക്കൊക്കെ സുപരിചിതനായ കേരളത്തിന്റെ വളരെ പ്രഗത്ഭനെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു മുസ്ലിം ജഡ്ജിയാണ്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെന്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ, ഒരു ജഡ്ജി ആവുമ്പോൾ ഭയങ്കര ബുദ്ധിയായിരിക്കുമല്ലോ ഒരു കാര്യങ്ങളങ്ങനെ, അദ്ദേഹത്തിന്റെ വലിയ ബുദ്ധിയിൽ അദ്ദേഹത്തിന് ഒരു ചോദ്യം, നബിദിനം ആഘോഷിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളോട് അത് റസൂലുള്ള പറഞ്ഞില്ല എന്നതുകൊണ്ട് ആഘോഷിക്കാതിരിക്കാൻ എന്ത് ന്യായം? റസൂലുള്ള എങ്ങനെ നിന്റെ സ്വന്തം ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണം നിങ്ങളോട് പറയാ? അതൊരു മോശല്ലേ? റസൂലുള്ളയെ പോലുള്ള ഒരാൾ അങ്ങനെ പറയോ? അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയാ പോരേന്നാ? ഇനിയിപ്പോ എങ്ങനെ മനസ്സിലാക്കുക? ഏതായാലും റസൂലുള്ളയുടെ നിർദ്ദേശം ഇല്ല, സ്വഹാബത്തിന് അത് തിരിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഉള്ള ചില ആളുകൾ ഇങ്ങനെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെ ഇതൊന്ന് ജനങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് പിടിച്ചു നിൽക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ വലിയ കണ്ടെത്തല, റസൂലുള്ളക്ക് ഒരു ജാള്യത തോന്നിയിട്ടാവാം റസൂലുള്ള അത് പറയാതിരുന്നത്. എത്രമാത്രം അബദ്ധാണെന്നറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യവും പറയാതെ പോയിട്ടില്ല എന്ന റസൂലുള്ളയുടെ സാക്ഷ്യമാണ്. ലക്ഷത്തോളം വരുന്ന സ്വഹാബിമാർ ആ ഹജ്ജത്തുൽ വിദാഇന് അറഫയിൽ സംഗമിച്ചപ്പോ അവിടെ നിന്ന് റസൂലുള്ള അവരെ സാക്ഷിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എത്തിച്ചു തന്നു. അല്ലാഹു യശ്ഹദ്, അല്ലാഹു നീ സാക്ഷിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് 3 തവണ പറഞ്ഞു, അല്ലാഹുവേ നീ സാക്ഷിയാണ്. അങ്ങനെ പറഞ്ഞൊരു പ്രവാചകൻ വലിയ പുണ്യമുള്ള, ഇത് നിസ്സാര പുണ്യവുമല്ല. ഇവർ പറയുന്ന പുണ്യം ഏതാ? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമായ രാവ് എന്നാണ് പറയുന്നത്. അത്ര ശ്രേഷ്ഠമായ ഒന്ന് റസൂലുള്ള പറഞ്ഞു തരാതെ പോവുകയോ? സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് എന്തു പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച മഹാപ്രഭുവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതെങ്ങനെ ഇപ്പൊ ആൾക്കാരുടെ മുമ്പിൽ പറയാ? ജാള്യത തോന്നിയോ റസൂലുള്ളാഹിക്ക്? ഇല്ല. നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥന പഠിപ്പിച്ചു. റസൂലുള്ള ഒന്നും പറയാതെ പോവില്ല. അത് പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നിർബന്ധമായിട്ട് പറഞ്ഞു.
ഞാൻ ഓതി വെച്ച ആയത്ത് 2-ാം അധ്യായം സൂറ ബഖറയിലെ 151-ാമത്തെ ആയത്താണ്. വളരെ ശ്രദ്ധേയമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മത വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ. അല്ലാഹു നിങ്ങൾക്കൊരു ദൂതനെ അയച്ചു തന്നത് എന്തിനാണ്? അദ്ദേഹമോ നിങ്ങൾക്ക് നമ്മുടെ സൂക്തങ്ങൾ ഓതിത്തരുന്നു. അള്ളാഹുവിന്റെ ആയത്തുകൾ നമുക്ക് ഓതിത്തരുന്നു. എന്നിട്ടോ നിങ്ങളെ സംസ്കരിക്കുന്നു. വയുസക്കീക്കും, നിങ്ങളെ സംസ്കരിക്കുന്നു. എല്ലാ മേഖലകളിലും നിങ്ങളെ സംസ്കരിച്ചെടുക്കുന്നു. പിന്നെയോ വേദവും വിജ്ഞാനവും നിങ്ങളെ പഠിപ്പിക്കുന്നു. ഏറ്റവും ഉത്കൃഷ്ടമായ അറിവ് അത് നിങ്ങളെ പഠിപ്പിച്ചു തരും. ആര്? റസൂലുള്ളാഹ്. അതിനാണ് റസൂലുള്ളാഹിനെ അയച്ചിട്ടുള്ളത്. പിന്നെയോ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതിനാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നിയോഗിച്ചത്. അത് ഏതെങ്കിലും ഒരു ജാള്യത കൊണ്ട് റസൂലുള്ള ഒരു കാര്യം മറച്ചു വെച്ചു എന്ന് പറയുന്നത് ആ നബിയെ പറ്റി പറയാൻ പാടില്ലാത്ത ക്രമം തെറ്റിയ വർത്തമാനമാണ്, അക്രമമാണ്. തെളിവുകളൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും പറയുക എന്നതാണ്. രണ്ടാമത് ഇപ്പൊ വേറെ ഒരു ഉസ്താദ് വന്ന് പറയുന്നത് ഇതിന് പ്രത്യേകം തെളിവൊന്നുമില്ല, പക്ഷെ നമ്മളെടുത്ത് തെളിവുണ്ട്. എന്താ? നമ്മുടെയൊക്കെ പള്ളികളിൽ ടൈൽസ് ഇട്ടില്ലേ, അല്ലെങ്കിൽ മാർബിൾ ഇട്ടില്ലേ, അല്ലെങ്കിൽ കാർപ്പറ്റ് ഇട്ടില്ലേ, പള്ളികളിൽ ഫാൻ വെച്ചില്ലേ, പള്ളികളിൽ AC വെച്ചില്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നാ ചോദ്യം. പടച്ചോനെ ഈ പറയണത് ഇതൊക്കെ ഖൈറും മിൻ അൽഫി ഷഹറിനേക്കാൾ വലിയ കാര്യമാണെന്ന് ആരാ പറഞ്ഞത്? ടൈലിടുന്നത് ഖൈറും മിൻ അൽഫി ഷഹറിനേക്കാളാണെന്ന് ഒരാൾ വാദിച്ചാൽ അവൻ റസൂലുള്ള പറയാത്തൊന്ന് പറഞ്ഞവനാ, കള്ളനാ, കാദിബാണ്, കദ്ദാബാണ്. സംശയം ഉണ്ടോ കാര്യത്തിൽ? ഇല്ല. ഫാന് വെക്കുന്നത് അത് ഖൈറും മിൻ അൽഫി ഷഹറിനേക്കാൾ പുണ്യമാണെന്ന് ആരാ പറഞ്ഞത്? ദീനിൽ നിങ്ങൾ ഇത് ആവർത്തിക്കൂ, ഇത് പ്രവർത്തിക്കൂ. അത് ഖൈറും മിൻ അൽഫി ഷഹർ. നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന, നിങ്ങൾ സംഘടിപ്പിക്കുന്ന എന്തൊന്നതിനേക്കാളും ശ്രേഷ്ഠം ഇതാണ് എന്ന് ആയത്തുകൾ ഓതിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുക. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം വളരെ കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സൂറത്ത് 4-ാം അധ്യായത്തിൽ അതിന്റെ 45-ാമത്തെ വചനമായിട്ട്, അല്ല 45 അല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത് 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്തിലെ അതിന്റെ 16-ാമത്തെ വചനത്തിൽ, ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനികും. നബിയെ, നിങ്ങളൊന്ന് ചോദിക്കൂ നിങ്ങളുടെ മുമ്പിലുള്ള ജനതയോട്, നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുവാനുള്ള അല്ലാഹു ഒരു പ്രവാചകനെ നിങ്ങളിലേക്ക് തന്നത്. പക്ഷെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണോ? അതുകൊണ്ട് നബി അവരോടൊന്ന് ചോദിക്കൂ, ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനികും. നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങളുടെ ദീന് പഠിപ്പിക്കുകയാണോ? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹുവാണ് ആകാശങ്ങളെയും ഭൂമികളെയും, ആ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവനും അറിയുന്നവനാണ് അല്ലാഹു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. എല്ലാ കാര്യങ്ങളും അറിയുന്ന അല്ലാഹു നിങ്ങൾക്ക് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിച്ചു തരാൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചു തരാൻ നിങ്ങളിലേക്ക് ഒരു പ്രവാചകനെ തന്നിട്ട് ആ പ്രവാചകൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയും അതിനുള്ള പോരിശയും അതിനുള്ള കാര്യങ്ങളുമാണോ നിങ്ങൾ പറയുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു ചോദിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന അധ്യായം സാധാരണ മുസ്ലിം ഉമ്മത്തിൽ വളരെ സുപരിചിതമായ അധ്യായമാണ്. സൂറത്ത് യാസീനെ പോലെ, സൂറത്ത് വാഖിഅ പോലെ, സൂറ റഹ്മാൻ പോലെ മുസ്ലിം ഉമ്മത്തിൽ ഒരു പ്രത്യേക ടച്ചുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന അധ്യായം. ആ അധ്യായത്തിന്റെ 102 മുതലുള്ള ആയത്തുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഉമ്മത്ത് മനസ്സിലാക്കാതെ പോയത്? എത്ര കൃത്യമായിട്ട് അല്ലാഹു കാര്യങ്ങൾ പറഞ്ഞു തന്നു.
തുടങ്ങുന്നത് 102 അല്ലാഹു ചോദിക്കുകയാണ്, അഫഹസിബല്ലദീന കഫറു അയത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ. എന്നെ അല്ലാഹുവിന് പുറമെ അല്ലാഹുവിന്റെ ദാസന്മാരെ നിങ്ങളുടെ രക്ഷകരാക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? റസൂലുള്ളാഹിന്റെ ദാസനാണ്, സംശയമില്ലല്ലോ. റസൂലുള്ളാഹി തന്നെ പറഞ്ഞതാണ്, അന അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയായ റസൂല. അപ്പൊ അല്ലാഹുവിന്റെ ദാസനാണ് അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂലിനെ നിങ്ങൾ രക്ഷകനാക്കാനാണോ വിചാരിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ആ റസൂലിനെയാണോ നിങ്ങൾ വിളിക്കുന്നത്? എന്തൊക്കെയാ പറയാ? നബിയെ ഞങ്ങളുടെ കൈ ഒന്ന് പിടിക്കണേ, ഖുദ് ബിയദി, ഈ കൈകളിതാ നബിയെ നിങ്ങൾ പിടിക്കണം, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം, ഞങ്ങളെ നോക്കണം, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും പരിഹരിച്ചു തരണം. ഒക്കെ ഈ ദിവസങ്ങളിൽ ഇവർ പാടിയ ബെയ്ത്തുകളിലുണ്ട്. ഇതൊക്കെയാണ് പാടുന്നത്, ഇതൊക്കെയാണ് പറയണത്. അങ്ങനെ പാടുന്ന അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ ദാസന്മാരെ രക്ഷകരാക്കുന്ന ആളുകളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ അത് നടക്കുന്നു എന്ന്? നിങ്ങൾ മനസ്സിലായിക്കോളിട്ടോ. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? സത്യനിഷേധികൾ, നിങ്ങൾ സംശയം വേണ്ട, നിങ്ങളെ സൽക്കരിക്കാനായിട്ട് നരകം ഒരുക്കി റെഡി ആയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ രക്ഷകരായി അവരോടാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായത്തേട്ടങ്ങളും ചോദ്യങ്ങളുമെങ്കിൽ നരകം ഉറപ്പാണെന്ന്. അടുത്ത ആയത്തിൽ വീണ്ടും അല്ലാഹ് പറയാ, ഖുൽ, നബിയെ അവരോട് പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ധാരാളം അമൽ ചെയ്തുകൊണ്ട് മുഴുവനും നഷ്ടപ്പെട്ടവരായ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരുപാട് പ്രവർത്തിച്ചു. രാവിലെ ഫജ്റിന് മുമ്പ്, സുബഹി നമസ്കാരത്തിന്റെ 1 മണിക്കൂർ മുമ്പ് പള്ളിയിലേക്ക് ഓടി വന്നു, ഉറക്കമുണർന്ന് ഒളൂ ചെയ്ത് കുളിച്ച് വസ്ത്രമൊക്കെ റെഡിയാക്കി സുഗന്ധം പൂശി പള്ളിയിൽ വന്നിരുന്നു. എല്ലാവരും ഇരുന്നു. എന്നിട്ട് നബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നബിയെ ഞങ്ങളെ പാപം പൊറുക്കണം, ഞങ്ങളെ നോക്കണം, ഞങ്ങളെ കാക്കണം, ഞങ്ങളെ പിടിക്കണം. വലിയ പരിശ്രമല്ലേ? ഉറക്കൊക്കെ ഒഴിവാക്കിയിട്ട് വന്നിരിക്കാന്ന അമല, വലിയ അമല. ചെയ്യുന്ന ആൾക്കാരെന്താ വിചാരിച്ചത്? ഓ, അതുവരെ പള്ളിയിൽ ഫജ്ർ നിസ്കാരത്തിന് പോലും വരാത്ത എല്ലാ ആളുകളും അന്ന് പള്ളിയിൽ ഉണ്ടാവും. ആ മഹല്ലിലെ മുഴുവൻ ആളുകളും അന്ന് അവിടെ ഉണ്ടാവും. എന്നിട്ട് അവരെന്താ വിചാരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു കേട്ടോ. ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് മുഴുവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ച് നബിയെ നിങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് അവർ ചെയ്തത്? അല്ലദീന വല്ല സഅയഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഇഹലോക ജീവിതത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പിഴച്ചു പോയവരാണവർ. ഇഹലോക ജീവിതത്തിൽ അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും എന്തായി? പഴച്ചുപോയി, ശരിയായില്ല. ശരിയാവാനുള്ള കാരണം അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടോ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഈ പഴച്ചുപോയ പ്രവർത്തനം ചെയ്യുന്ന ആളുകളൊക്കെ വിചാരിച്ചത് എന്താ? അവർ കണക്കുകൂട്ടിയത് എന്താ? ഞങ്ങൾ എത്രമാത്രം നല്ല കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കണത്, ഭയങ്കര പുണ്യമുള്ള കാര്യല്ലേ ചെയ്തുകൊണ്ടിരിക്കണ എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് പറയാണ്, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖിമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. തങ്ങളുടെ നാഥന്റെ വചനങ്ങളെയും അവനുമായി കണ്ടുമുട്ടുമെന്നതിനെയും കള്ളമാക്കി തള്ളിയവരാണവർ. എത്ര കൃത്യ സഹോദരങ്ങളെ! എന്തിനാ റബീഉൽ അവ്വൽ 12 ഫജ്റിന്റെ 1 മണിക്കൂർ മുമ്പ് പള്ളിയിൽ അവർ വന്നത്? അത് ഖൈറും മിൻ അൽഫി ഷഹറിനേക്കാൾ പുണ്യമാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടുമാണ്. അപ്പൊ അവരെന്താ ചെയ്തത്? ഖുർആനിന്റെ വചനത്തെ അവർ തള്ളി. എന്തേ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു അത് റമളാനിലാണ് എന്ന്. ആ ഖൈറു മിൻ അൽഫി ഷഹർ റമളാനിലാണ് എന്ന് ഖുർആനിൽ പറഞ്ഞു തന്നു. ഇവരതിനെ തള്ളിയിട്ട് പറഞ്ഞു, അല്ല, അതിനേക്കാൾ മെച്ചം റബീഉൽ അവ്വൽ 12 ഈ ഫജ്റിന്റെ നേരത്തെ കൂടുതലാണ്. എന്താ ചെയ്തത്? ഖുർആനിനെ നിഷേധിച്ചു. എന്നിട്ടോ ഖുർആനെ മാത്രം നിഷേധിക്കല്ല, ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം, അല്ലാഹുവിന്റെ ആയാത്തുകളെ അവർ നിഷേധിച്ചു. വലിഖാഇഹി, ഇനിയോ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ മുമ്പിലാണ് ചെന്നെത്തുക എന്നതിനെയും അവർ മറന്നു.
റബ്ബിനോട് ചോദിക്കേണ്ടെന്ന, അല്ലാഹുവേ നീ പാപം പൊറുക്കണമേ, നീ സഹായിക്കണമേ, നിന്റെ കാരുണ്യം ഉണ്ടാവണേ, നിന്റെ റഹ്മത്ത് നൽകണേ, നിന്റെ ബർക്കത്തുണ്ടാവണേ എന്ന് റബ്ബിനോട് ചോദിച്ച റബ്ബിന്റെ മുമ്പിലേക്കാണല്ലോ ചെന്നെത്തേണ്ടത് എന്നവർ മറന്നു. അതൊക്കെയും ചോദിക്കുന്നത് അല്ലാഹു അല്ലാത്ത അവന്റെ ദാസന്മാരോട്. അങ്ങനെ അവർക്ക് ആ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ പാഴായി. അവർ ചെയ്ത മുഴുവൻ ആ പ്രവർത്തനങ്ങളും പാഴായി. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവയ്ക്ക് ഒട്ടും പരിഗണന നൽകുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ ഖിയാമത്തു നാളിൽ അവരുടെ മീസാനിൽ അതിന് ഒരു പരിഗണന ഉണ്ടാവില്ല. അവർ വിചാരിച്ചത് വലിയ പരിഗണന ഉണ്ടാവുന്ന, അതാ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്. അവര് വയഹസബൂന എന്ന് പറഞ്ഞാൽ അവർ കണക്ക് കൂട്ടിയെന്ന ആ പ്രയോഗം. അങ്ങനെ അവർ കണക്ക് കൂട്ടി, എത്ര ഇപ്പം ഉണ്ടാകുക ഓരോ കൊല്ലം റബീഉൽ അവ്വലില് നമ്മൾ ചെയ്തത് ഫജറിന്റെ മുമ്പിൽ നമ്മൾ കേറി, അത് ഖൈറു മിൻ അൽഫി ഷഹറിനേക്കാൾ നമ്മളെ മീസാനിൽ കിട്ടി. അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നതോട് കൂടിയിട്ട് അവൻ ആയത്ത് നിഷേധിച്ചു. പിന്നെയോ, പിന്നെ എന്റെ വകയായിരുന്നു 5 കിലോ പോത്തിറച്ചി, ഞാനാ 10 കിലോ അരി കൊടുത്തത്, ഞാനാ അതിന് സംഭാവന കൊടുത്തത്. ഇപ്പൊ ടോക്കൺ സമ്പ്രദായ, മഹലിൽ നിന്ന് ടോക്കൺ കൊടുക്കുക ഓരോ വീട്ടിലേക്കും. ആ ടോക്കൺ അനുസരിച്ചാ ചോറ് ഇറച്ചൊക്കെ, അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആരാ നിശ്ചയിക്കുന്നത്? ഇവരിങ്ങനെ നിശ്ചയിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ മുഴുവനും നാളെ മഹ്ശറിൽ അവർക്കൊരു പരിഗണനയും ഉണ്ടാവില്ല. ഏതെങ്കിലും മുസ്ലിംമാർക്ക് പറയാൻ പറ്റുമോ ഇത് ഞങ്ങളെ ഈ പ്രവർത്തനത്തെ കുറിച്ചല്ല? പറ്റൂല. പിന്നെ ആരെ പ്രവർത്തനത്തെ കുറിച്ചാണ് ഈ പറയണത്? അള്ളാഹുവിനെ പറ്റിയും അള്ളാഹിന്റെ റസൂലിനെ പറ്റിയും കൃത്യമായിട്ട് പറഞ്ഞുതരാ. ഒന്നും കൂടി നോക്കൂ. ذَلِكَ جَزَاؤُهُمْ جَهَنَّمُ بِمَا كَفَرُوا وَاتَّخَذُوا آيَاتِي وَرُسُلِي هُزُوًا. എന്തുണ്ടായത്? അതാണ് അവർക്കുള്ള പ്രതിഫലം. ഏത്? ذَلِكَ جَزَاؤُهُمْ جَهَنَّمُ. നരകമാണ് അവർക്കുള്ള പ്രതിഫലം. നരകാണ് അവർക്കുള്ള പ്രതിഫലം. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? അവര് സത്യത്തെ നിഷേധിക്കുകയും പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും പുച്ഛിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും റസൂൽ ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇതെന്തൊരു ചോദ്യ? ഒക്കെ റസൂൽ ചെയ്യണോ? കേട്ടോ, എവിടേക്കാ പോണേ? പുച്ഛമാണ്, പരിഹാസമാണ്. റസൂൽ ചെയ്യാത്ത, റസൂൽ പഠിപ്പിക്കാത്ത ഒന്നും ദീനിലുണ്ടാവാൻ പാടില്ല. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഷർട്ടും പാൻറ്റും ഇടുന്നത് റസൂൽ തൊട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. അതിന് നിങ്ങളോട് പ്രത്യേകമായിട്ടത് ഏതെങ്കിലും പ്രതിഫലമാണ്, പുണ്യമാണെന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. റസൂൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദ്യം നോക്കൂ. നിങ്ങൾ അവര് കേൾക്കുന്നതിന് ഒരു അരോചക. ഇത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണോ എന്നുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് അവർക്ക് നരകവും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പാഴായത് അള്ളാഹ് പറഞ്ഞുതരാ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞുതരാ. ذَلِكَ جَزَاؤُهُمْ جَهَنَّمُ. അവർക്ക് പ്രതിഫലമായി നിൽക്കുന്നത് നരകമാണ്. എന്തുകൊണ്ടാ? കഫറു വത്തഖദു ആയാതി. അവർ ആയത്തുകളെയും അള്ളാഹുവിന്റെ ആയത്തുകളെയും വറുസുലി ഹുസ്വാ പരിഹസിച്ചു, പുച്ഛിച്ചു, മാറ്റി നിർത്തി. ആയത്തൊന്നും ഞങ്ങൾക്ക് വേണമെന്നില്ല, ഹദീസ് വേണമെന്നില്ല. ഒരു മഹാനായ ഹിർബൽ ഭരിച്ചിരുന്ന മുളഫർ എന്ന് പറയുന്ന ഒരു രാജാവ് ചെയ്ത ആ ഒരു മഹാപ്രവൃത്തിയെ എങ്ങനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു മൊയ്ലേര് പറഞ്ഞത്, അതെങ്ങനെ നമ്മളൊരു നിസ്സാരമായി കാണുമെന്ന്. അയാൾ പറഞ്ഞ് നിസാരമായി കാണാതെ അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞല്ലേ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്, നമ്മളെ ജീവിതത്തിൽ പുണ്യകരമായി എടുക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം പറഞ്ഞ് അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സൽക്കാര വിഭവമായി സ്വർഗീയാരാമങ്ങളാണ് ഉണ്ടാവുക. എന്താപ്പത്? സത്യവിശ്വാസമായിരിക്കണം. വിശ്വാസം എന്തായിരിക്കണം? അത് സത്യമായിരിക്കണം. വിശ്വാസം എല്ലാം വിശ്വാസമല്ല, സത്യമാവില്ലല്ലോ. സത്യമായ വിശ്വാസം എന്തായിരിക്കും? അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചത്. അത് വിശ്വസിച്ച് അതിൽ പ്രവർത്തനങ്ങൾ, അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് സ്വർഗീയാരാമങ്ങൾ ഉണ്ടാവും. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അവിടെ വിട്ടുപോകാൻ അവരാഗ്രഹിക്കുകയില്ല. സ്വർഗത്തിലേക്കണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നൂല എന്നാണ്. അങ്ങനെ ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു ചിന്ത അവർക്ക് പിന്നെ ഉണ്ടാവില്ല. കാരണം അത്ര അത്ഭുതകരമാണ് അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ലോകം.
ആ സ്വർഗീയ ലോകം നഷ്ടപ്പെട്ടു പോകുന്ന നരകത്തിലേക്കോ നല്ല പണിയെടുക്കുക. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ റൂട്ടുമ്മ കൂടെ നടക്കുകയാണ് കിലോമീറ്ററോളം. യാ നബി സലാം അലൈക്കും കേൾക്കുമ്പോൾ വിചാരിക്കും രസമാണ്. നിങ്ങൾ ഈ പാട്ടൊന്ന് പള്ളിക്കത്തെ ഉസ്താദിന്റെ മുമ്പ് ചെന്നൊന്ന് പാടിക്കാണ്. പള്ളിക്കത്തെ ഖതീബ് പള്ളിക്കണ്ട് ചെല്ല, യാ ഉസ്താദ് സലാം അലൈക്കും എന്നൊന്ന് പറഞ്ഞോക്കാണ് നിങ്ങൾ പോണവരൊക്കെ. ഉസ്താദിക്ക് എന്താണ്ടത്? കളിയാക്കുക, തമാശാക്കുക, ഇങ്ങനെ സലാം പറയല്? അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കളിയാക്കുക, തമാശ ഇങ്ങനൊക്കെ പാടാല്ലേ, ഇങ്ങനൊക്കെ പാടാ, അതിങ്ങനെ നടക്കുക. പക്ഷെ ഉസ്താദിന്റെ മുമ്പിൽ പറ്റൂല. വീട്ടിൽ വല്ലിപ്പ കൊലായ്മ ഇരിക്കേണ്ടി വല്ലിപ്പാന്റെ മുമ്പിൽ യാ പാപ്പാ സലാം അലൈക്കും എന്ന് പറഞ്ഞോക്കാണ്. പാപ്പാന്റെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ നിങ്ങളെ മണ്ടം എത്തിയിട്ടുണ്ടാവും. കൂട്ടരെ, ഇതിനൊക്കെ ഒരു രീതിയില്ലേ, ഒരു പരിമിതിയില്ലേ, അതിരുകളില്ലേ? അതുകൊണ്ട് എഴുതി ഉണ്ടാക്കുന്നതൊക്കെ പാടാനുള്ളതല്ല. ആരോ എഴുതി ഉണ്ടാക്കിയത് അവര് പാടിക്കോട്ടെ. നമ്മളതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നശിച്ചു പോവും. നമ്മൾ ചെയ്തതൊക്കെ പോവും. ആ സ്വർഗം നമുക്ക് ലഭിക്കൂല. പകരമായി ലഭിക്കാനുള്ളതോ കത്തിയാളുന്ന നരകമായിരിക്കും. രണ്ടും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം. നമ്മുടെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് അനുഗ്രഹങ്ങൾ, വലിയ അനുഗ്രഹമാണ് പലതരത്തിലും. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ച് അതിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലോകർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി ലഭിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ നമുക്ക് നമ്മളോടൊപ്പം, ഈ അനുഗ്രഹത്തോടൊപ്പം, ഈ സന്തോഷത്തോടൊപ്പം ആ ഖുർആനെ കൂടി കൂട്ടി നിർത്തിക്കൊണ്ടാണ് ജീവിതമെങ്കിൽ അത് നമുക്ക് വലിയ സുരക്ഷയാണ്. ഇഹലോകത്ത് സുരക്ഷയാണ്, പാരത്രിക ലോകത്ത് നാളെ മഹ്ശറയിൽ ഒക്കെ ഈ പരിശുദ്ധ ഖുർആന് നമ്മളോടൊപ്പം ഉണ്ടാവണം. നമുക്ക് വേണ്ടി പടച്ചതമ്പുരാന്റെ മുമ്പിൽ സംസാരിക്കുമെന്ന് പറഞ്ഞ ഒന്ന് പരിശുദ്ധ ഖുർആനും കൂടിയാണ്. അതുകൊണ്ട് അത് നമ്മൾ മറക്കരുത്. അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റുകളെ കുറിച്ച് മറക്കരുത് എന്ന് അള്ളാഹു ധാരാളം സന്ദർഭങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ ഓതി നോക്കുക, അത് വായിച്ചു നോക്കുക എന്നത് സാധ്യമല്ലാത്ത ഒരാളും ഇല്ല, ആരുമില്ല. നമുക്കത് എളുപ്പമാണ്, അതൊന്ന് വായിച്ചു നോക്കാൻ, അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കാൻ. അതുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളോടൊപ്പം വളർത്തിയെടുക്കുക എന്നത് വലിയ ഒരു പുണ്യകർമ്മമാണ്. അവർക്ക് സുരക്ഷയാണ്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പിഴപ്പിക്കുവാനും ഫസാദ് ഉണ്ടാക്കുവാനും ധാരാളം ആളുകൾ പല തലങ്ങളിൽ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ആ വാക്കുകളെ തിരിച്ചു മനസ്സിലാക്കുവാനും ഇത് പിശാചിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്നറിയാനും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന ഓരോ ഭാഗങ്ങളിലേക്കും നമ്മൾ സമയങ്ങൾ നിശ്ചയിച്ചതുപോലെ പരിശുദ്ധ ഖുർആനെയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അതിനെ കൂടുതൽ വായിക്കുവാനും അറിയുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ചേർക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ഈ തരത്തിലുള്ള ഖുർആനിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുവാൻ അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات
اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.